ഫ്രണ്ട്സ്, ടെക് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ജൂൺ 26-ാം തീയതി നമ്മുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് നമ്മുടെ മൊബൈൽ വഴി പാസ്പോർട്ടിന് അപേക്ഷിക്കാനുള്ള ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിരുന്നു. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഇൻ്റർഫേസാണ് കാണിക്കുന്നത്. അതിൽ എക്സിസ്റ്റിംഗ് യൂസർ, ന്യൂ യൂസർ രജിസ്റ്റർ, സ്റ്റാറ്റസ് ട്രാക്കർ, അപ്പോയിൻമെൻറ്റ് എന്നിവ അറിയാൻ സാധിക്കും. ന്യൂ യൂസറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്യുക. ഇപ്പം മലപ്പുറത്തുള്ളവർ കോഴിക്കോട് സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾ എവിടെ സെലക്ട് ചെയ്താലും പ്രശ്നമില്ല. നിങ്ങളെ വെരിഫിക്കേഷൻ നിങ്ങൾ ഏത് അഡ്രസ്സിലാണോ കൊടുത്തത്, പോലീസ് വെരിഫിക്കേഷൻ ആ അഡ്രസ്സിലാണ് വരുന്നത്. അതുകൊണ്ട് ഏതോ ഓഫീസിൽ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള പേര് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ആധാർ കാർഡിലെയോ ലൈസൻസിലെയോ കറക്റ്റ് നെയിം ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്തത് കോഴിക്കോടാണ്. അതിനുശേഷം നിങ്ങൾ സർനെയിം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. എല്ലാം ഡീഫോൾട്ടായിട്ട് ക്യാപിറ്റൽ ലെറ്ററിലാണ് ഇതിൽ വരുന്നത്. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക. കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൊടുക്കുക. ആപ്പിൽ എറർ ഉണ്ട്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് അതിൻ്റെ കീ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 2 പ്രാവശ്യം തുടർച്ചയായി അമർത്തിയാൽ ഈ കീ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ ഇമെയിൽ ID കൊടുക്കുക. ഇമെയിൽ ID ടൈപ്പ് ചെയ്യുമ്പോൾ ഫുൾ ക്യാപിറ്റൽ ലെറ്ററാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് കീബോർഡിൽ ആരോ സിമ്പിൾ അമർത്തി അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. സ്മോൾ ലെറ്റർ ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ റോങ് ആയി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇമെയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ ആക്കി കൊടുക്കുക. ഇവിടെ ഇമെയിൽ മാത്രം സ്മോൾ ലെറ്റർ ആക്കി കൊടുത്താൽ മതി. നിങ്ങളുടെ പേരും സർനെയിം എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കുക. ഇനി നമുക്ക് ഈ ഇമെയിൽ വെച്ചാണ് ഇതായിരിക്കും നിങ്ങളുടെ ID. ഈ ഇമെയിൽ വെച്ചാണ് ഇനി നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇമെയിൽ ID ഡു യു വാണ്ട് ലോഗിൻ ID ദ സെയിം ഇമെയിൽ അവിടെ യെസ് കൊടുക്കുക. അപ്പോൾ ഈ ഇമെയിൽ വെച്ച് വേണം നമുക്ക് ഇപ്പം അടുത്തായിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണ്. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പാസ്വേഡ് മസ്റ്റ് കണ്ടെയ്ൻ 1 ഡിജിറ്റ്. ഒരു ഡിജിറ്റ് വേണം നിങ്ങളുടെ പാസ്വേഡിൽ. അതുപോലെ ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മോൾ ലെറ്റർ, അതുപോലെ ന്യൂമറിക് ഇത് സ്റ്റാർ, ഹാഷ് അതുപോലുള്ള ഇത് വേണം. അത് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു ഹിൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴെ കാണുന്ന കോളത്തിൽ അതിൻ്റെ ആൻസർ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡും ഹിൻഡ് ക്വസ്റ്റ്യനൊന്നും ആർക്കും ഷെയർ ചെയ്യരുത്. അതിനുശേഷം താഴെ കാണുന്ന
ഓറഞ്ച് കളർ ബട്ടണിൽ സബ്മിറ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, താങ്ക് യു ഫോർ രജിസ്റ്ററിങ് ഓൺ ദ പാസ്പോർട്ട് സേവ പോർട്ടൽ. ഇപ്പോൾ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ട്. ആ മെയിലിലേക്ക് ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് ആക്ടിവേഷൻ ആവുള്ളൂ. ഇതിൻ്റെ ലിങ്ക് എക്സ്പയർ ആവുന്നത് 10/7/2018 മുമ്പ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് ഇമെയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇമെയിൽ ഞാൻ ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് മൊബൈലിലും ഓപ്പൺ ചെയ്യാം. ഇനി അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി നമുക്ക് നോക്കാം. അതിനായി അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മേലെ കാണുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുക. അടിയിൽ കാണുന്ന കോളത്തിൽ ടൈപ്പ് ചെയ്യുക. ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ചെക്ക് അവൈലബിലിറ്റി എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് PCC അവൈലബിലിറ്റി, അപ്പോയിൻമെൻറ്റ്, നോർമൽ അപ്പോയിൻമെൻറ്റ്, പാസ്പോർട്ട് നോർമൽ അപ്പോയിൻമെൻറ്റ് എന്ന ഇതെല്ലാം കാണിക്കും. ഇതിൽ മലപ്പുറം പാസ്പോർട്ട് ഓഫീസിൻ്റെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മറ്റ് ഒട്ടനവധി ഓപ്ഷനുകൾ ഇതിൽ ലഭ്യമാണ്. ലൊക്കേറ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം, ഡിസ്ട്രിക്ട് പോലീസ് സ്റ്റേഷൻ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും. അതുപോലെ കോൺടാക്റ്റിൽ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എൻക്വയറിക്കുള്ള ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടൈം കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. 24 hours സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ട് കാണുന്ന ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾ